നമസ്കാരം. കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതി ഇനിയും നടക്കാൻ സാധ്യത. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി സ്റ്റാൻഡേർഡ് ഗേജിൽ നടത്തണമെന്ന ആവശ്യം റെയിൽവേ അംഗീകരിക്കില്ല. എന്നാൽ ഹൈസ്പീഡിൽ അനുവദിക്കുകയും ചെയ്യും. റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെട്ട പ്രകാരം സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റാനാകില്ലെന്ന് കേരയിൽ നിലപാടെടുത്തിരുന്നു. അതിവേഗ ട്രെയിനുകൾക്ക് പ്രത്യേക ലൈൻ ആവശ്യമാണെന്നും അതിനാൽ തന്നെ സ്റ്റാൻഡേർഡ് ഗേജ് തന്നെ വേണമെന്നും ദക്ഷിണ റെയിൽവേക്ക് അയച്ച കത്തിൽ കേരയിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം റെയിൽവേ ഭൂമി ഒഴിവാക്കാൻ സിൽവർ ലൈൻ അലൈൻമെന്റിൽ ഭേദഗതിയാകാമെന്നും കേരയിൽ അറിയിച്ചു. പാരിസ്ഥിതിക സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അലൈൻമെന്റ് മാറ്റത്തിന് തയ്യാറാണെന്നും അറിയിച്ചു. പാത ബ്രോഡ് ഗേജ് ആക്കണം, വന്ദേ ഭാരതം ഗുഡ്സ് ട്രെയിനുകളും ഓടിക്കാൻ കഴിയണം, നിലവിലുള്ള പാതയുമായി ഓരോ 50 കിലോമീറ്ററും ബന്ധിപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് റെയിൽവേ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഡിസൈൻ വേഗം 220 കിലോമീറ്റർ, പരമാവധി വേഗം 200 കിലോമീറ്റർ, പാത സ്റ്റാൻഡേർഡ് ഗേജ് എന്നിങ്ങനെയാണ് സിൽവർ ലൈൻ പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. ഓട്ടോമാറ്റിക് സിഗ്നലിംഗിനൊപ്പം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് സാങ്കേതികവിദ്യ ഉപയോഗിക്കണമെന്നും റെയിൽവേ നിഷ്കർഷിച്ചിരുന്നു. ഇതൊന്നും കേരളം അംഗീകരിച്ചിരുന്നില്ല. ഇത് അംഗീകരിച്ചാൽ സിൽവർ ലൈൻ യാഥാർത്ഥ്യമാകുമെന്ന സൂചനയാണ് ഇപ്പോഴും റെയിൽവേ നൽകുന്നത്. കേരളത്തിലെ എംപിമാരുമായുള്ള ചർച്ചയിലാണ് റെയിൽവേ നിലപാട് വിശദീകരിച്ചത്. ഈ സാഹചര്യത്തിൽ കേരളം റെയിൽവേക്ക് വഴങ്ങുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. നേരത്തെ സിൽവർ ലൈനിൽ സ്റ്റാൻഡേർഡ് ഗേജ് അനുവദിക്കില്ലെന്ന നിലപാട് കേരളത്തെ റെയിൽവേ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിലപേശൽ നടക്കില്ലെന്ന് കേരളവുമായി നടത്തിയ അവസാനവട്ട ചർച്ചയിൽ ദക്ഷിണ റെയിൽവേ തുറന്നടിച്ചിരുന്നു. തത്വത്തിൽ നൽകിയ അനുമതി പിൻവലിക്കാൻ കഴിയുമെന്ന ഭീഷണിയും ദക്ഷിണ റെയിൽവേ മുഴക്കി. കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കേരളയിൽ ദക്ഷിണ റെയിൽവേ ചർച്ച. യോഗത്തിൽ പങ്കെടുത്ത ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എടുത്ത നിലപാട് സിൽവർ ലൈൻ പദ്ധതിയുടെ അടിസ്ഥാന ആശയത്തെ തന്നെ തള്ളുന്നതായിരുന്നു. സ്റ്റാൻഡേർഡ് ഗേജ് നടക്കില്ല, ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനുള്ള ട്രാക്ക് മാത്രമേ സ്റ്റാൻഡേർഡ് ഗേജിൽ അനുവദിക്കുകയുള്ളൂ എന്നതാണ് നയം. അതിനാൽ വിലപേശൽ വേണ്ടെന്നായിരുന്നു യോഗത്തിലെ ദക്ഷിണ റെയിൽവേ നിലപാട്. പദ്ധതിക്ക് സ്റ്റാൻഡേർഡ് ഗേജിൽ റെയിൽവേ മന്ത്രാലയം തത്വത്തിൽ അനുമതി നൽകിയതാണെന്ന് കേരയിൽ വാദിച്ചു. തത്വത്തിൽ അനുമതി നൽകിയവർക്ക് തന്നെ ഭേദഗതി വരുത്താമെന്നായിരുന്നു ഇതിനുള്ള മറുപടി. ഇതാണ് കേരയിൽ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിന് 50% പങ്കാളിത്തമുള്ള കേരളിന് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും റെയിൽവേ ഓർമ്മിപ്പിച്ചു. 180 കിലോമീറ്ററിലധികം വേഗത അനുവദിക്കില്ലെന്ന റെയിൽവേ സുരക്ഷാ കമ്മീഷണർ നേരത്തെ തന്നെ അറിയിച്ചതും ദക്ഷിണ റെയിൽവേ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. വേഗം ചുരുക്കാനാവില്ലെന്ന കേരയിൽ വാദവും ദക്ഷിണ റെയിൽവേ അംഗീകരിച്ചില്ല. ഈ തർക്കത്തിന് പിന്നാലെയാണ് അലൈൻമെന്റ് മാറ്റാമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുമായി കേരയിൽ റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചത്. ഇതിൽ എന്ത് നിലപാട് ഇനിയുണ്ടാകുമെന്നതാണ് നിർണായകം. സിൽവർ ലൈൻ പദ്ധതിയുടെ DPR അംഗീകാരത്തിന് റെയിൽവേ പറയുന്ന പ്രധാനപ്പെട്ട കാരണം സ്റ്റാൻഡേർഡ് ഗേജിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നതാണ്. ഇതിന് പകരം ബ്രോഡ് ഗേജ് വേണമെന്നതാണ് റെയിൽവേയുടെ നിലപാട്. എന്നാൽ പദ്ധതിയുടെ തുടക്കത്തിൽ ഈ നിലപാട് റെയിൽവേക്ക് ഉണ്ടായിരുന്നില്ല. 2019 ഡിസംബർ 10-നാണ് പദ്ധതി സംസ്ഥാനം റെയിൽവേ ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ തന്നെ സ്റ്റാൻഡേർഡ് ഗേജിലാണ് പദ്ധതി എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ യോഗത്തിന്റെ മിനിറ്റ്സിന്റെ ആദ്യ ഭാഗത്ത് തന്നെ സ്റ്റാൻഡേർഡ് ഗേജുമായി മുന്നോട്ട് പോകാൻ തത്വത്തിൽ ധാരണയായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് തീരുമാനിക്കപ്പെട്ടത് റെയിൽവേയും സംസ്ഥാന സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് സിൽവർ ലൈൻ പദ്ധതിയുടെ DPRന്റെ എക്സിക്യൂട്ടീവ് സമ്മറിയിലും കാണാം. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന നിർദ്ദേശത്തെ ആദ്യഘട്ടത്തിൽ റെയിൽവേ ബോർഡ് എതിർത്തിരുന്നില്ലെന്ന് കൂടിയാണ്. ബ്രോഡ് ഗേജിൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാകൂ എന്ന് റെയിൽവേ വാശി പിടിക്കുന്നതാണ് കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. ബ്രോഡ് ഗേജിൽ വിദേശ വായ്പ ലഭ്യമാവാനുള്ള സാധ്യത കുറയും. റെയിൽവേ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഇത് മറ്റൊരു റെയിൽവേ പാത മാത്രമായിരിക്കും. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ പണം മുടക്കണമോ എന്ന ചോദ്യവും സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ട്. എംപിമാരുടെ യോഗത്തിൽ കേരളത്തിലെ മറ്റ് പ്രധാന പദ്ധതികളെക്കുറിച്ചും ചർച്ചയായി. അങ്കമാലി എരുമേലി ശബരിപാത പദ്ധതിയുടെ ചെലവിന്റെ പകുതി ഏറ്റെടുക്കണമെന്നും ഇക്കാര്യത്തിൽ നിരുപാധിക അനുമതിക്കായി കത്ത് നൽകണമെന്നും കേരളത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ മറുപടി കിട്ടിയില്ല. അതിനുശേഷമേ തുടർ നടപടിയിലേക്ക് കടക്കാനാവൂ എന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് അറിയിച്ചു. തലശ്ശേരി മൈസൂരു പാതയ്ക്കായി കർണാടക ഭാഗത്ത് സർവേ നടത്തുന്നതിനുള്ള തടസ്സം നീക്കാൻ ഇടപെടണം. കൊച്ചുവേളിയിലെ ഓട്ടോമാറ്റിക് കോച്ച് വാഷിംഗ് പ്ലാന്റ് തിരുനെൽവേലിയിലേക്ക് മാറ്റാനാണ് റെയിൽവേയുടെ തീരുമാനം. എറണാകുളം ഷൊർണൂർ 3-ാം പാത 160 കിലോമീറ്റർ വേഗത്തിലാണ് നിർമ്മിക്കുകയെന്നും വിശദ പദ്ധതി രേഖ തയ്യാറാക്കുകയാണെന്നും റെയിൽവേ അറിയിച്ചു.